തിൽക്കത്തൊബിഅത്തു ഖിഫ് ബിനാ യാ സാരി. ഇത് അഹമ്മദ് ഷൗക്കിയുടെ ഒരു കവിതയാണ്, പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിത. തിൽക്കത്തൊബിഅത്തു, ആ പ്രകൃതി, ഖിഫ് ബിന, നിൽക്കൂ, ഖിഫ് മീൻസ് നിൽക്കൂ, യാ സാരി, സഞ്ചരിക്കുന്നവനെ, അതായത് ഒരു സഞ്ചരിക്കുന്നയാൾ കൂടെ സഞ്ചരിക്കുന്നയാളോട് പറയാണ്, നമുക്കിവിടെ നിൽക്കാം, ആ പ്രകൃതിയെ നോക്കൂ, എന്തൊരു മനോഹരമായ പ്രകൃതിയാണല്ലേ, അതിനെ നമുക്ക് നോക്കി ഇവിടെ നിൽക്കാം. നിന്നാൽ ഹത്താ ഉരീക ബദിഅ സുൻഇൽ ബാരി, സൃഷ്ടിപ്പിന്റെ മനോഹാരിത ഞാൻ നിനക്ക് കാണിച്ചു തരാം. അൽ അർളു ഹവലക വസ്സമാഉ ഇഹ്തസ്സതാ, നിനക്ക് ചുറ്റുമുള്ള ഭൂമിയും ആകാശവും എല്ലാം ഇഹ്തസ്സ, ചലിച്ചു. ഇഹ്തസ്സ മീൻസ് കുലുങ്ങി എന്നാണ് അർത്ഥം. കുലുങ്ങി, അവ ചലിക്കുന്നുണ്ട്. ലിറവാഇൽ ആയാത്തി വല്ലാസാരി, അടയാളങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളുടെയും ഗാംഭീര്യം കാരണത്താൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഗാംഭീര്യം കാരണത്താൽ നിനക്ക് ചുറ്റുമുള്ള ഭൂമിയും ആകാശവും എല്ലാം ചലിക്കുകയാണ്. മിൻകുല്ലി നാതുകതിൽ ജലാലിക അന്നഹ, ജലാൽ മഹത്വം, അതായത് അള്ളാഹുവിൻ്റെ പേരിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാം, ഭൂമിയിലുള്ള എല്ലാം മീൻസ് ഭൂമിയിലുള്ള എല്ലാം അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും സൃഷ്ടിപ്പിൻ്റെ അതിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ചുമൊക്കെ വാചാലമാകുന്നതാണ് ഭൂമിയിലുള്ള ഓരോ വസ്തുക്കളും. അതിൻ്റെയൊക്കെ ഈ പ്രകൃതിയുള്ള ഓരോ വസ്തുക്കളെയും കണ്ടാൽ കഅന്നഹ, അതെങ്ങനെയുള്ളത് പോലെയാണ് നമുക്ക് തോന്നുക. ഉമ്മുൽ കിതാബി അലാ ലിസാനിൽ കാരി, ഒരു പാരായണക്കാരൻ്റെ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുടെ നാവിലെ ഫാത്തിഹ സൂറത്ത് പോലെയാണ്. മീൻസ് ഫാത്തിഹ സൂറത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ, അതേപോലെ പ്രകൃതിയിലെ ഓരോ വസ്തുവും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് തോന്നും. അത്രയും മികച്ച സൃഷ്ടിപ്പാണ് അള്ളാഹു നടത്തിയിരിക്കുന്നത്. ദല്ലത്ത് അലാ മലിക്കിൽ മുലൂക്കി ഫലം തദ, ദല്ലത്ത്, ഈ പ്രകൃതി, അതായത് ഈ നമ്മൾ മേലെ പറഞ്ഞ വസ്തുക്കൾ മുഴുവൻ ദല്ലത്ത് അറിയിക്കുന്നുണ്ട്. എന്തിനെ കുറിച്ച്? അലാ മലിക്കിൽ മുലൂക്കി, രാജാതിരാജനെ കുറിച്ച് അറിയിക്കുന്ന കാര്യങ്ങളാണ് പ്രകൃതിയിലുള്ളതെല്ലാം, അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കുന്നതാണെല്ലാം. ഫലം തദ, അത് ഉപേക്ഷിച്ചിട്ടില്ല, അത് വിട്ടിട്ടില്ല. എന്തിനെ? ലി അദില്ലത്തിൽ ഫുഖഹാ വൽ അഹ്ബാരി, പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും തെളിവുകൾക്ക് വേണ്ടി. മീൻസ് പുരോഹിതന്മാരും പണ്ഡിതന്മാരും നമുക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ കാണിച്ചു തരാൻ ഉണ്ട് എന്ന് അറിയിച്ചു തരാൻ വേണ്ടി തെളിവുകൾ കാണിച്ചു തരേണ്ടതില്ല. കാരണം പ്രകൃതിയിൽ തന്നെ അതിൻ്റെ തെളിവുകൾ ഉണ്ട്. അത് പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒന്നും തെളിവ് ആവശ്യമില്ല. നമുക്ക് പ്രകൃതിയിലൊന്ന് നോക്കിയാൽ തന്നെ അള്ളാഹുവിൻ്റെ അസ്തിത്വം നമുക്ക് മനസ്സിലാകുന്നതാണ്. ദല്ലത്ത് മൻ ശക്ക ഫീഹി, ആരെങ്കിലും അവനിൽ സംശയമുണ്ടായാൽ, ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സംശയമുണ്ടായാൽ, ഫനളറത്തുൻ ഫീ സുൻഇഹി, അവൻ്റെ സൃഷ്ടിപ്പിനെ ഒന്ന് നോക്കിയാൽ മതി, പ്രകൃതിയിലേക്കൊന്ന് നോക്കിയാൽ മതി. തംഹു അസീമ ശക്കി വൽ ഇൻകാരി, അപ്പോൾ അവൻ്റെ നിഷേധത്തിൻ്റെയും സംശയത്തിൻ്റെയും ഒക്കെ കുറ്റം മായ്ച്ചു കളയും. അത് പ്രകൃതിയിലൊന്ന് നോക്കിയാൽ തന്നെ അവന് അള്ളാഹുവിൻ്റെ അസ്തിത്വം മനസ്സിലാകുന്നതാണ്. അവൻ്റെ അള്ളാഹുവിനെ നിഷേധിക്കാനുള്ള മനോഭാവവും, അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയവും ഒക്കെ ഒന്ന് നോക്കുമ്പോഴേക്കും മാഞ്ഞു പോകും. അത്രയും മികച്ച രൂപത്തിലാണ് അവൻ ഇവിടെ എല്ലാ വസ്തുക്കളെയും ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. കംഫിൽ ഹമാഇൽ വഹിയ ബഅദു ഇമാഇഹ, എത്ര ഹമായിൽ മീൻസ് കാടുകളാണ്. വഹിയ ബഅദു ഇമാഇഹ, അത് ഇവിടെയുള്ള പ്രകൃതിയിലെ ഇമാ മീൻസ് സ്ത്രീകളെ പോലെയാണ്. മിൻദാത്തി ഖിൽഹാലിൻ വദാത്തി സിവാരിൻ, വളകളും പാദസരങ്ങളും അണിഞ്ഞ സ്ത്രീകളെ പോലെയാണ്. മീൻസ് മനോഹരമായ പ്രകൃതിയിലെ കാടുകളിലെ ആ മനോഹാരിത എന്തിനോട് വർണ്ണിക്കുകയാണ്, എന്തിനോട് സാമ്യപ്പെടുത്തുകയാണ്? സ്ത്രീകളെ, വളകളും പാദസരങ്ങളും ഒക്കെ അണിഞ്ഞ സുന്ദരികളായ സ്ത്രീകളോട് സാദൃശ്യപ്പെടുത്തുകയാണ്. വനങ്ങളിലുള്ള, അത് ചെറിയ വനങ്ങളിലുള്ള പൂക്കളും അവിടെയുള്ള മരങ്ങളും ചെടികളും ഒക്കെ അത്രയും സുന്ദരമാണ് എന്ന് പറയുകയാണ്. വലഹൂക്കി സിന്നിൻ തംല ഉദ്ദുന്യാസനൻ, ദുനിയാവിൽ ശോഭ, പ്രകാശം വിതക്കുന്ന, പ്രകാശം നിറക്കുന്ന, ധാരാളമായി ചിരിക്കുന്ന പല്ല് പോലെ, അതായത് നന്നായി പുഞ്ചിരിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ് ഈ പ്രകൃതി. വഗരീഖത്തുൻ ഫീ ദംഇഹൽ മിദ്റാരി, അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ പോലെയാണ് പ്രകൃതിയിലെ അരുവികളും പുഴകളുമൊക്കെ. വലഖദ് തമറു അലൽ ഗദീരി തഖാലുഹു, നീ ഒരു ഗദീർ, ഒരു അരുവിയുടെ അടുക്കൽ കൂടെ നീ നടന്നു പോയേക്കാം.
തഹാലുഹു അപ്പോൾ നിനക്കതിനെ തോന്നും വൻ നബ്തു മിർ ആ നദിയെയും ആ അരുവിയെയും നബുത്ത് അതിൻ്റെ ചുറ്റുമുള്ള സസ്യജാലങ്ങളെയും ഒക്കെ മിർ ആ തൻസഹത് ബി താരിൻ ഒരു ഫ്രെയിം ചെയ്ത ഒരു മിർ ആത്ത് ഒരു കണ്ണാടി പോലെ തോന്നും. പ്രകൃതിയുടെ സൗന്ദര്യത്താൽ ചെടികളാലും പൂക്കളാലും ഒക്കെ ഫ്രെയിം ചെയ്യപ്പെട്ട ഒരു കണ്ണാടി പോലെ നിനക്ക് ആ അരുവിയെ നിനക്ക് തോന്നും. അത്രയും മനോഹരമാണ്. ഇത് ഒരു വലിയ കവിതയാണ്. അതിലുള്ള കുറച്ച് വരികളാണ് പ്രകൃതി മനോഹാരിതയെക്കുറിച്ച് പറയുന്ന വരികൾ. താരീഫ് ഷായർ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? അഹമ്മദ് ഷോക്കി. അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അഹമ്മദ് ഷോക്കി ഷായറുൻ കവിയാണ്, വക്കാത്തിബിൻ എഴുത്തുകാരനാണ്, മിസ്രിൻ ഈജിപ്ഷ്യനായ. ഇസ്തഹറ ബി ലഖബി അമീർ ഷുഅറ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. യുഅദ് മിൻ അഷ്ഹരി ഷുഅറഇൽ അറബിയ്യത്തി ഫിൽ അസ്റിൽ ഹദീസ് ആധുനിക അറബി കവികളിൽ ഏറ്റവും മികച്ച കവികളിൽ ഒരാളായിക്കൊണ്ട് അദ്ദേഹം എണ്ണപ്പെടുന്നു. ഉലിദ ബിൽ ഖാഹിർ അൽ ഖാഹിർ വേണം സന 1868 അൽ ഖാഹിറയിൽ അദ്ദേഹം ജനിച്ചു. തലക്ക ദിറാസത്തഹുൽ മദ്രസിയ്യത്ത് മിനൽ ഖാഹിറത്തി കൈറോവിൽ നിന്നും അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നേടി, സ്കൂൾ പഠനം. സുമ്മൽ തഹക്ക ബി മദ്രസത്തിൽ ഹുഖൂഖി പിന്നെ ലോ കോളേജിൽ ചേർന്നു. അൽ ഹുഖൂഖ് മീൻസ് ലോ, നിയമം. മദ്രസൽ കാനൂന ലോ പഠിച്ചു. സുമ്മസാഫർ ഇല ഫറൻസ പിന്നെ ഫ്രാൻസിലേക്ക് പോയി. ലി ദിറാസത്തിലുല്യ ഉന്നത പഠനത്തിനായി. വഹു അഹദു മുജദ്ദിദി അശ്ഇരിൽ വത്നി വദ്ദീനി ദീനി വത്നി ദേശീയ ദീനിയായ കവിതകളുടെ ഒരു മുജദ്ദിദാണ് അദ്ദേഹം, ഒരു നവീകരിച്ച ആളാണ് കവിതയൊക്കെ. വയുഅതബറു റായിദൽ മസ്റഹിയത്തി ശഇരിയത്തി ഫിൽ അറബി ഫിൽ അദ്ബിൽ അറബി അറബ് സാഹിത്യത്തിലെ കാവ്യാത്മക നാടകങ്ങളുടെ റായിദ് തുടക്കക്കാരനായിക്കൊണ്ട് അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. കാവ്യാത്മക നാടകം മീൻസ് ഷേക്സ്പിയർ ഒക്കെ എഴുതിയ കവിതാരൂപത്തിലുള്ള നാടകമില്ലേ, അതേ രൂപത്തിലുള്ള നാടകങ്ങൾ അദ്ദേഹം കവിതാരൂപത്തിലുള്ള അറബി നാടകങ്ങൾ അദ്ദേഹം എഴുതി. അത് അതിന് മുമ്പ് ആരും എഴുതിയിരുന്നില്ല. ഇസ്തഹറ ഷിഅറുഹു അദ്ദേഹത്തിൻ്റെ കവിത പ്രശസ്തമായി. ഫിൽ മുനാസബത്തിൽ ഇജ്തിമാഇയ്യത്തി വദ്ദീനിയ്യത്തി വൽ വത്നിയ്യത്തി ദേശീയ മതപരമായ സാമൂഹികമായ സന്ദർഭങ്ങളിൽ എഴുതപ്പെട്ടതായിക്കൊണ്ട് സന്ദർഭങ്ങളിലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കവിതകളാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ടാണ് ഇത് ഫേമസ് ആയത്. വഅദീദ മിനൽ മസ്റഹിയാത്തി ശഇരിയത്തി അതേപോലെ ഒരുപാട് കാവ്യാത്മക നാടകങ്ങൾ കവിതാ നാടകങ്ങൾ പോയറ്റിക് ഡ്രാമ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ജുമിഅ ശിഅറുഹു ഫി ദീവാനി ശൗഖിയാത്ത് എന്ന കവിതാ സമാഹാരത്തിൽ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അമിൻ മസ്റഹിയാത്തിഹി അദ്ദേഹത്തിൻ്റെ ഈ പറയപ്പെട്ട കവിതാ നാടകങ്ങളിൽപ്പെട്ടതാണ് മജ്നൂൻ ലൈല, ഖിംബീസ്, അന്തറ, അമീറത്തുൽ അന്ദലുസ്, അസ്സിത്തുഹുദ, അൽ ബഖീല അങ്ങനെയുള്ള കവിതാ നാടകങ്ങൾ. തർജമ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. അൽ മസ്റഹിയാത്തിൽ ഷേക്സ്പിയർ ഇലൽ അറബിയ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളൊക്കെ അറബിയിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അമിൻ അഷരി അതിൽ പ്രശസ്തമാണ് ക്ലിയോപാട്ര എന്ന നാടകം. തൂഫി അഹമ്മദ് ഷോക്കി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ 1932. ഇനി ഷർഹുൽ അബിയാത്ത് മേലെ പറഞ്ഞ കവിതയുടെ വരികളുടെ അർത്ഥങ്ങൾ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ വരിയിൽ പറയുന്നത് യുനാദി ഷായറു അസാരിയ യാത്രക്കാരനെ സഞ്ചാരിയെ ഷായർ വിളിക്കുന്നു. അല്ലതി യംഷി അലൽ അർളി ഭൂമിയിലൂടെ നടക്കുന്ന ഒരു സഞ്ചാരിയെ, അത് കൂടെ നടക്കണം എന്നില്ല, ഏതെങ്കിലും ഒരു സഞ്ചാരിയെ വിളിക്കുകയാണ്. എന്തിനെ? ലിയഖിഫ മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ. യതഅമ്മല ഫി അളമത്തിൽ ഖാലിഖ് എന്നിട്ട് സൃഷ്ടാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഫിൽ കൗനി വത്വബീഅത്ത് ഫി മനാദിറ ജമീലത്തിൻ മനോഹരമായ കാഴ്ചയിൽ നിന്നുമുള്ള പ്രകൃതിയുടെ അല്ലെങ്കിൽ കൗന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അളമത്തിനെക്കുറിച്ച് മഹത്വത്തെക്കുറിച്ച് സൃഷ്ടാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഇംതലത്തിൽ അർള് വസ്സമാഉ ഭൂമിയും ആകാശവും നിറഞ്ഞു ബിൽ ഹയാത്തി ജീവിതം കൊണ്ട്, വൽ ഹറക്കത്തി മൂവ്മെൻറ്റ്സ് ചലനം സഞ്ചാരങ്ങൾ കൊണ്ട്, വൽ ജമാലി സൗന്ദര്യം കൊണ്ട്, മിൻ മലാഹിരി തൊബിയത്തി വാസാരി സാബിഖീന മുൻകഴിഞ്ഞവരുടെ ശേഷിപ്പുകളാലും അതേപോലെ പ്രകൃതിയുടെ പ്രകൃതി കാഴ്ചകളുടെ സൗന്ദര്യത്താലും നിറഞ്ഞിരിക്കുകയാണ് ഭൂമിയും ആകാശവും ഒക്കെ. ഇന്ന കുല്ലമാത്രാഫി തൊബിഅത്തി പ്രകൃതിയിൽ നീ കാണുന്നതെല്ലാം യദുല്ലു അറിയിക്കുന്നു അല അളമത്തിൽ ഖാലിഖി സൃഷ്ടാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയിക്കുന്നു. വകുല്ലൽ അഷ്യാ ഇല്ലത്തി നറാഹ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും ഫി തൊബിയത്ത് പ്രകൃതിയിലുള്ള മിസ്ല കിതാബിൻ അല ലോകത്തിൽ കാരി മിസ്ല കിതാബില്ലാഹി അല ലോകത്തിൽ കാരി അള്ളാഹുവിൻ്റെ അതായത് ഖാരി മീൻസ് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുടെ ലുഗത്ത് മീൻസ് ആളുടെ നാവിൽ എന്ന് പറഞ്ഞാൽ ആളുടെ ലുഗത്തിൽ എന്ന് പറഞ്ഞാൽ ലിസാൻ മീൻസ് അയാളുടെ നാവിൽ
നാവിലെ കിതാബുല്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പോലെയാണ്, മീൻസ് ഫാത്തിഹ പോലെയാണ്. ഐ അന്നഹ, അതായത് അത് തദുല്ലു അലൽ ഖാലിഖിൽ മുബ്ദിഅ, തുടക്കക്കാരനായ സൃഷ്ടാവിനെ അറിയിക്കുന്നതാണ്. അൽ മനാദിറുല്ലത്തി ഹൗലന, നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ, തുഖ്ബിറുന, നമ്മളെ അറിയിക്കുന്നു, അൻ ഖുദ്റത്തിൽ ഖാലിഖ്, സൃഷ്ടാവിന്റെ കഴിവിനെ കുറിച്ച്. വല നെഹ്താജ് ഇല ആലിമിൻ, നമുക്കൊരു പണ്ഡിതന്റെയും ആവശ്യമില്ല, അവ ഹബറിൻ, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെയും ആവശ്യമില്ല, യശ്റഹ് വയുഅല്ലിമൻ അളവത്തിൽ ഖാലിഖ്, സൃഷ്ടാവിന്റെ മഹത്വത്തെക്കുറിച്ച് അറിയിച്ചു തരാൻ നമുക്കൊരു പുരോഹിതന്റെയോ ഒരു പണ്ഡിതന്റെയോ ആവശ്യമില്ല. കാരണം പ്രകൃതിയിലേക്ക് ഒരു നോട്ടം നോക്കിയാൽ തന്നെ നമുക്ക് സൃഷ്ടാവിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാകും. ആ രൂപത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നൽ അശ്യാ വല്ലാവാഹിറ വൽ മനാദിറ കുല്ലുഹ, പ്രകൃതിയിലുള്ള എല്ലാ കാഴ്ചകളും എല്ലാ വസ്തുക്കളും തുഷീറു ഇല ഖുദ്റത്തിൽ ഖാലിഖ്, സൃഷ്ടാവിന്റെ കഴിവിനെയാണ് അറിയിക്കുന്നത്. അല്ലദി അബ്ദഅ അൽ ഖൽഖ, സൃഷ്ടി തുടങ്ങിയ സൃഷ്ടാവിന്റെ ഖുദ്റത്തിനെ, ബിദൂനി മസലിൻ, മുമ്പിൽ ഒരു ഉദാഹരണമില്ലാതെ സ്വന്തമായിട്ട് സൃഷ്ടി തുടങ്ങിയ സൃഷ്ടാവിന്റെ മഹത്വത്തെ കാണിച്ചു തരുന്നതാണ്. വൈൻ കാൻ ലി അഹദിൻ ശക്കുൻ ഔ റൈബൻ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫിഹ, ഈ കാര്യങ്ങളിലൊക്കെ, അള്ളാഹുവിന്റെ കാര്യത്തിലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിലും ഒക്കെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഫഅലൈഹി അൻ യൻളുറ, അവന്റെ മേൽ അവനൊന്ന് നോക്കിയാൽ മതി, ഫഅലൈഹി അൻ യൻളുറ, അവനൊന്ന് നോക്കിയാൽ മതി, വ അൻ യതഫക്കറ, അല്ലെങ്കിൽ അവനൊന്ന് ചിന്തിച്ചാൽ മതി, ഫി ഹാദിഹിൽ മഖ്ലൂഖാത്തി, ഈ സൃഷ്ടിപ്പുകളിലൊക്കെ, അപ്പോൾ അവന് വ്യക്തമാകും. ഫയുംകിനുൽ ഇഅ്തിറാഫ് ബിൽ ഖാലിഖ്, അപ്പോൾ അവന് ഖാലിഖ് സൃഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിയും. ഉൻളുർ ഇലൽ അസ്ജാരിൽ മുൽതഖത്തിൽ കസീഫത്തി, തിങ്ങി നിറഞ്ഞിരിക്കുന്ന മരങ്ങൾ, അതായത് മീൻസ് ചെറിയ കാടുകളെ നോക്കൂ. ഫി അൻവായ് മുത്തനവ്യ, വിവിധ തരത്തിലുള്ള കാടുകൾ, അല്ലെ, മരങ്ങളാലും തിങ്ങി നിറഞ്ഞ കാടുകൾ. ദാത്തി അസ്ഹാരിൻ വാസ്മാരിൻ വൗറാക്കിൻ, അവിടെ ധാരാളം പഴങ്ങളും പൂക്കളും പിന്നെ ഇലകളും ഒക്കെയുള്ള ഇങ്ങനെയുള്ള മരങ്ങൾ. വക അന്നഹ മിസ്ലൽ മർഅത്ത്, അതൊരു സ്ത്രീയെ പോലെയാണ്. അല്ലത്തി തതജമ്മലു ബിലബ്സിൽ ഖൽഖാലി ഫി ഖദമിഹ, കാലിൽ പാദസരങ്ങൾ ധരിച്ചുകൊണ്ടും, വസിവാരി ഫി കഫിഹ, കയ്യിൽ വളകൾ ധരിച്ചുകൊണ്ടും സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെയാണ് ഈ കാടുകളൊക്കെ. ഫതൽഹറു തബീഅതു കഫതാത്തിൻ ജമീലത്തിൻ മുബ്തസ്മത്തിൻ, പ്രകൃതി ഒരു പുഞ്ചിരിക്കുന്ന സുന്ദരിയായ പെണ്ണിനെ പോലെയാണ് പ്രത്യക്ഷമാകുന്നത്. ഫത്തബീഅതു തംല ദുനിയ, പ്രകൃതി ദുനിയാവിൽ മുഴുവൻ നിറക്കുന്നു, ളിയാഅൻ വനൂറൻ, പ്രകാശം. വകദാലിക്കൽ അൻഹാർ വല്യനാബി, അരുവികളും പുഴകളും ഒക്കെ, മിസ്ല ഉയൂനിൽ മർഅത്തില്ലത്തി തസീലു മിൻഹ ദുമൂ, കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്ന ഒരു പെണ്ണിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്ന അതുപോലെയാണ് ഈ പുഴകളും മറ്റേ അരുവികളും ഒക്കെ, അത്രയും മനോഹരമാണ് എന്ന്. വയക്കോലു ഷായർ, കവി പറയുന്നു, ലിസാരി, യാത്രക്കാരനോട്, ഹീനമ തംശി, അവൻ ബിന്നഹരി, ഒരു പുഴയുടെ അടുക്കൽ കൂടെ നടക്കുമ്പോൾ, അസാഫി, തെളിഞ്ഞ പുഴയുടെ അടുക്കൽ കൂടെ നടക്കുമ്പോൾ, തള്ളുന്നുഹു, നിനക്ക് തോന്നാം, നടക്കുന്നവന് തോന്നാം, മിർആത്തൻ, അതൊരു കണ്ണാടി പോലെ തോന്നാം, അല്ലസ്ജാർ വന്നബാത്തത് മിൻ ഹൗലിഹി, അതിന്റെ ചുറ്റുമുള്ള ചെടികളും മരങ്ങളും ഒക്കെ, കഅന്നഹ ഇതാറുൻ സയ്യിനുൻ ഹാദിഹിൽ മിറാത്ത്, ഈ കണ്ണാടിക്കുള്ള ഒരു മനോഹരമായ ഫ്രെയിമായിട്ടും തോന്നാം. അങ്ങനെയൊക്കെയാണ് കവി വിവരിക്കുന്നത്, വർണ്ണിക്കുന്നത് പ്രകൃതിയെ. അൽ ഫഹ്മു വൽ ഇസ്തിആബ്, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. മാതാ യസിഫു ഷായർ, ഷായർ എന്തിനെയാണ് വർണ്ണിക്കുന്നത്? യസിഫു ഷായർ തബിയത, പ്രകൃതിയെ. മാ സബബു ഇഹ്തിസാസിൽ അർളി വസ്സമായി, ആകാശത്തിന്റെയും ഭൂമിയുടെയും ചലനത്തിന്റെ കാരണം എന്താണ്? റവാഇഉൽ ആസാരി വൽ ആയാത്തി, അല്ലെ, ആ ദൃഷ്ടാന്തങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ റവാഇ, അതിന്റെ ഒരു സൗന്ദര്യം, അതിന്റെ ഒരു ഗാംഭീര്യം, അതാണ് ആകാശഭൂമികളുടെയൊക്കെ ചലനത്തിന്റെ കാരണം. ബിമഷ് യുഷബ്ബിഹു ഷായറു ജമാല തബിയത്ത്, പ്രകൃതിയുടെ ജമാൽ, സൗന്ദര്യത്തിനെ ഷായർ എന്തിനോടാണ് വർണ്ണിക്കുന്നത്? പലതിനോട് വർണ്ണിച്ചിട്ടുണ്ട്, അല്ലെ. യുഷബ്ബിഹു ഷായറു ജമാല തബിയത്തി ലി ഉമ്മിൽ കിതാബി ഫി ലിസാനിൽ ഖാരി, ഖാരിന്റെ നാവിലുള്ള ഉമ്മുൽ കിതാബ്, ഫാത്തിഹ സൂറത്തിനെ പോലെ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ ഹലാം യദുല്ലുല്ലവാഹിറു തബിയത്ത്, പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ എന്തിനെയാണ് അറിയിക്കുന്നത്, എന്തിന്റെ മേലാണ് അറിയിക്കുന്നത്? യദുല്ലുല്ലവാഹിറു തബിയത്തു അലൽ ഖാലിഖ്, അലല്ലാഹി തആല, അള്ളാഹുവിന്റെ മേൽ, അല മാലിക്കിൽ മുലൂക്ക്, രാജാതിരാജന്റെ മേലാണ് അറിയിക്കുന്നത്. മാതാ യഖൂലു ഷായിറു ലിമൻ ലഹു ശക്ക വൈൻകാർ, സംശയം, അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ളവനോട് കവി എന്താണ് ആവശ്യപ്പെടുന്നത്? യഖൂലു ഷായിറു അൻ യൻദുറ ഇല തബിയത്ത്, പ്രകൃതിയിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നു. കൈഫ യസിഫു ഷായിറു അൽ ഹമായില, കാടുകളെ എങ്ങനെയാണ് ഷായിർ വർണ്ണിക്കുന്നത്? യസിഫു ഷായിറു അൽ ഹമായില
കഅന്നഹ അൽ മർഅത്ത ലബിസത് അൽ ഖിൽഖാല വസിവാറ, വളകളും ഖിൽഖാലും ധരിച്ച സ്ത്രീയെ പോലെ ആണ് എന്ന് വർണ്ണിക്കുന്നു. പിന്നെ യുഷബിഹു ഷായറു അൽ യനാബിയ വൽ അഷ്ഹാറ വൽ അൻഹാറ, പുഴകളെയും പിന്നെ അരുവികളെയും എന്തിനെ കൊണ്ടാണ് ഷായർ വർണ്ണിക്കുന്നത്? എങ്ങനെയാണ്? യുഷബിഹു ഷായറു അൽ യനാബിയ വൽ അൻഹാറ ബിൽ ബിദ്ദുമൂഇ തസീലു മിൻ ഉയൂനിൽ ഫതാത്തിൽ ജമീലത്തി, സുന്ദരിയായ പെണ്ണിന്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ പോലെയാണ് എന്ന് വർണ്ണിക്കുന്നു. മൽ മുറാദു ബിൽ ലഹൂഖി സിന്നിൻ, ലഹൂഖ് സിന്ന് കൊണ്ടെന്താണ് ഉദ്ദേശിക്കുന്നത്? അൽ ഫതാത്തുൽ ജമീലത്ത്, മനോഹരിയായ സുന്ദരിയായ യുവതി, അതാണ് ലഹൂഖ് സിന്ന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. കൈഫ യബ്ദു അൽ ഗദീർ, ഗദീർ എങ്ങനെയാണ് നമുക്ക് മുമ്പിൽ കാണപ്പെടുന്നത്? പുഴ. യബ്ദു അൽ ഗദീറു കമിർആത്തിൻ, ഒരു കണ്ണാടി പോലെയാണ് നമുക്ക് മുമ്പിൽ കാണപ്പെടുന്നത്. അവസാനത്തെ വരിയിൽ പറഞ്ഞതാണ് അല്ലേ. ഇശ്റഅൽ അബിയാത്തിൽ ആദ്യ, താഴെയുള്ള ബൈത്തുകൾ വിശദീകരിക്കണം. ഈ ബൈത്തുകൾ വായിച്ച് നോക്കുക, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വിശദീകരിക്കാം. ആയുധ മക്കാലത്തൻ മൗദൂആത്തിൽ ആദ്യ, താഴെയുള്ള വിഷയങ്ങളെക്കുറിച്ച് എസ്സെ തയ്യാറാക്കണം. വസ്ഫു തബിയാത്ത് ഫി ശിഅരി തിൽക തൊബിയ, തിൽക തൊബിയ എന്ന ഈ കവിതയിലെ പ്രകൃതി വർണ്ണനകൾ. അങ്ങനെ പറഞ്ഞ നമ്മളിപ്പോൾ വായിച്ച ഈ ഷർഹുൽ ബൈത്ത് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒരു പാരഗ്രാഫായിട്ട് എഴുതിയാൽ തന്നെ എന്തായി? എസ്സേ ആയി. പിന്നെ ഹയാത്തു അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കിയുടെ ജീവിതം, അത് മേലെ പറഞ്ഞു. അൽ അമാലുൽ അദബിയ അലി അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കിയുടെ സാഹിത്യ രചനകൾ ഏതൊക്കെയാണ് അതും അതിൽ പറഞ്ഞു. അൽ അൻഷിദത്തുൽ മുസാഹബ, അനുബന്ധ പ്രവർത്തനങ്ങൾ. ഇബ്ഹസ് അനിൽ വീഡിയോഹത്തി ഹൗല ഹാദിഹിൽ ഖസീദ ഫിൽ ഇന്റർനെറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ നെറ്റിൽ നിന്ന് കാണുക. ലാഹിൽ അൽ അബിയാത്തുൽ ഖസീദ വസഫിർ മനാദിർ തബിയത്തുൽ മുനാസിബ മിൻ ഹൗലിക ബിവാസിത ക്യാമറ, ഷൂട്ട് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതി രംഗങ്ങളൊക്കെ. അൻഷിദ് അൽ ഖസീദ് ബിൽ അഹ്മദ്, ഇത് കവിത ചൊല്ലുക. ഇബ്ഹസ് ഫി യൂട്യൂബ് അൽ ഖസീദ്, ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ എന്ത് ചെയ്യുക? സെർച്ച് ചെയ്യുക. ഈ കവിതയെക്കുറിച്ച് യൂട്യൂബ് സെർച്ച് ചെയ്താൽ ഈ വീഡിയോ കിട്ടും. സെർച്ച് ചെയ്തുകൊണ്ടാണ് ഇത് കിട്ടിയത്. ഓക്കെ.